ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാനിന്ന് വന്നിരിക്കുന്നത് നമ്മുടെ ഒമ്നിയിലൊരു പെയിന്റ് അടിക്കുന്നുണ്ട്. അപ്പോൾ അതിന് ഡൗട്ടുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. നമ്മൾ തമ്പനയിൽ കൊടുത്ത പോലെ ഒരു മഞ്ഞ ബ്ലാക്ക് അതാണ് ഞാൻ അടിക്കാൻ ഉദ്ദേശിക്കുന്നത്. പിന്നെ ഈ ലെവലിൽ ഇവിടുന്ന് ഇങ്ങോട്ട് മാറ്റി ഇവിടുന്ന് ഈ ഭാഗമല്ല, ബാക്കിയുള്ള ടോപ്പ് ആൻഡ് സൈഡ് കംപ്ലീറ്റ് ബ്ലാക്കാണ് അടിക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത് നമുക്ക് അലൗഡ് ആണ്. 2 കളർ ഒമ്നിക്ക് വരാത്തത് കാരണം അവിടെ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടോ എന്നുള്ളത് ആർക്കെങ്കിലും അറിയുന്നുണ്ടെങ്കിൽ ഈ MBD RTO ഡിപ്പാർട്ട്മെൻറ്റിൽ ആരെങ്കിലും ഈ വീഡിയോ കാണണമെന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ചുള്ളൊരു ഇത് നമുക്ക് പറഞ്ഞു തരണം. പുട്ടി വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിന് മുന്നേ നമുക്ക് കളറ് സജസ്റ്റ് ചെയ്ത് നമ്മൾ ആ കളർ ഉറപ്പിച്ചാൽ മാത്രമേ നമുക്ക് അടിക്കാൻ പറ്റുള്ളൂ. ഉദ്ദേശിച്ച ആ തമ്പനയിൽ കണ്ട മഞ്ഞ കളർ ഫോട്ടോ അല്ലേ, അതേപോലെ നമ്മൾ ഈ ലെവലില് മഞ്ഞ കൊടുത്തിട്ട് ബാക്കിയുള്ള ഭാഗം കംപ്ലീറ്റ് ബ്ലാക്ക് ആക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അതെങ്ങനെ ഉണ്ടാവും ചെയ്ത് കഴിഞ്ഞാലെന്നുള്ളത് നമുക്ക് ചെയ്ത് കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ കാണാം. അപ്പോൾ ഗൈസ്, നമ്മൾ ഒമ്നി യെല്ലോ ബ്ലാക്ക് പെയിൻ്റ് അടിച്ച അടിപൊളിയാക്കിയിട്ട് നമ്മൾ ഒമ്നി ഇറക്കും. അപ്പോൾ തുറന്നുള്ള വീഡിയോകളിൽ ഈ ഒമ്നിയുടെ പെയിൻറ്റിങ് അതുപോലെ തന്നെ റീസ്റ്റോറേഷൻ കംപ്ലീറ്റ് വണ്ടി പുതുതായിട്ട് ഇറക്കുന്ന വീഡിയോ ഇതിലൂടെ നിങ്ങൾക്ക് കാണാൻ കഴിയും. അപ്പോൾ എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കനും കൂടെ എനബിൾ ചെയ്താൽ മാത്രമേ നിങ്ങൾക്കത് നോട്ടിഫിക്കേഷനായി ലഭിക്കൂ. അപ്പോൾ എല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കനും കൂടെ എനബിൾ ചെയ്യാൻ മറക്കരുത്. ഇതിൻ്റെ ഉൾവശത്ത് നമ്മൾ ഈ LPG കിറ്റൊന്നും കാണാത്ത രീതിയിൽ ഫുള്ള് ബെഡ് അതേപോലെ സ്റ്റോറേജ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യും. ഒരു വാൻ ലൈഫിന് വേണ്ട എല്ലാവിധ സെറ്റപ്പ് ഇതിൽ ഞങ്ങൾ ചെയ്തിരിക്കും. അപ്പോൾ ഗൈസ്, നമ്മുടെ ഈ വണ്ടി അടിപൊളിയായിട്ട് മോഡിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട്, ലീഗലായിട്ട് മോഡിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നിർദ്ദേശങ്ങൾ നിങ്ങൾക്ക് അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താം. കമൻറ്റ് ബോക്സിൽ അറിയിച്ചാൽ മതി. നമ്മൾ അതുപോലെയൊക്കെ മാക്സിമം ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം.